Hi friends, welcome back to my channel Malabar Ruchikkoot. ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ബീറ്ററോ ഓവനോ ഇല്ലാതെ മിക്സിയുടെ ജാറിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാതെ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലം കേക്കാണിത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കേക്കിന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്ലീനായ ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ റെഡും ഗ്രീനും യെല്ലോയും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കറുത്ത ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഈത്തപ്പഴം കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറീസ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബദാമും കാഷ്യൂസും കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് അളന്നെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവം ആവുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിൻ്റെ ടേസ്റ്റും ആ ഒരു മണമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് അതിലുണ്ടാവണം. എന്നാലുള്ളൂ നമ്മുടെ കേക്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് സ്മൂത്തായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ല തിക്കാവാതെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി കാരമൽ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിങ്ങനെ കാരമലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ആവാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും കരിയിപ്പിച്ചെടുക്കരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് കളറാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നാലുള്ളൂ നമ്മളെ പ്ലം കേക്കിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം വേണം കേക്ക് ഉണ്ടാക്കാൻ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. കേക്ക് ടിന്നിൻ്റെ സൈഡിലും താഴെയൊക്കെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഞാൻ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ കേക്കിന് ഹൈറ്റ് കുറവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പ്ലം കേക്കിന് കുറച്ച് സ്പൈസസുകൾ ആവശ്യമുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക,
2 കറാമ്പൂവ്, 1 പീസ് പട്ട, 1 പീസ് ചുക്ക്, ഒരു ചെറിയൊരു പീസ് ജാതിക്ക. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ വാനില സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. മുട്ടയുടെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. മൈദ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലൊന്നും ആവില്ല, എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കാരമൽ ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം കുറച്ച് മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്യുക, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, പിന്നെ കാരമലും ഇട്ട് കൊടുക്കുക. അങ്ങനെ വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളഭാഗം പെടാതെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരുടെ കയ്യിലൊന്നും കേക്ക് ടിൻ ഉണ്ടാവില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ സ്റ്റീലിൻ്റെ ചായപാത്രത്തിലോ കുക്കറിലൊക്കെ നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ ഒരു ചെമ്പിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ടീന് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കേക്ക് ടീന് ഇറക്കി വെക്കാൻ സൈസിലുള്ള ചെമ്പോ നോൺ സ്റ്റിക്ക് പാനോ ഇഡലിത്തട്ടോ എന്തെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റും കൂടി കയറ്റി വെക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടും. 30 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കേക്ക് കുക്കായിക്കണമെന്ന് നോക്കുക. എനിക്കിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ 50 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തു. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് 2 ദിവസം എടുത്തു വെച്ചിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പറിൽ ഇത് നന്നായി പൊതിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. കേക്കിലെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ടേസ്റ്റുള്ള നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സ്മെല്ലിലുള്ള സൂപ്പറായിട്ടുള്ള ഒരു പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.